ലോഡ് കണക്കിന് മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ അവിടുന്നും ഇവിടുന്നും ഒക്കെ വരുന്നുണ്ട്. സൈറനടിക്കുന്നു. ഖമനേയത ഇപ്പൊ കൊല്ലൂന്ന് വീമ്പളക്കിയ നമ്മുടെ നെതന്യാഹു കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഇപ്പൊ കൊല്ലും എന്ന് പറഞ്ഞിട്ട് 2-3 തോട്ട പൊട്ടിക്കുന്നല്ലാതെ സംഭവം കാര്യമായിട്ട് ഒന്നും നടക്കുന്നില്ല. അവിടെ ചെറിയ തോട്ട പൊട്ടിയാലും മലയാളികൾ ദാ ഞെട്ടിത്തെരിച്ചു, ലോകമിതാ കിടുകിടാ വിറയ്ക്കുന്നു, ഇറാനെ മുട്ടുമടക്കി എന്ന് മാപ്പറകൾ പറയുമ്പോൾ അത് തൊണ്ട തൊടാതെ വിഴുങ്ങി ഇസ്രായേലിനെ സ്തുതി പാടുന്ന എത്രയോ ജനങ്ങൾ നമുക്കിടയിലുണ്ട്. പക്ഷെ സത്യം മറ്റൊന്നാണ്. ഖമനേയുടെ ഒരു മുടിയിടയിൽ പോലും തൊടാനുള്ള ധൈര്യം തൽക്കാലം ഇസ്രായേലിന് ഇല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തു വന്ന സത്യാവസ്ഥയുടെ ചില വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് പോലും കുറച്ച് പിന്നോട്ട് വലിക്കുന്നത്. ഖമനേയെ തട്ടും കൊല്ലുമെന്നൊക്കെ ഇസ്രായേൽ മുറവിളി കൂട്ടുമ്പോഴും അതൊന്നും വകവയ്ക്കാതെ എങ്ങനെയോ കാര്യങ്ങൾ നടന്നു പൊക്കോട്ടെ എന്നാണ് ട്രംപിന്റെ ഒരു നിലപാട്. എന്തായാലും S-300 മിസൈലുകൾ കാവൽ നിൽക്കുന്ന ഇറാൻ ആണവ ഗവേഷണങ്ങളുടെ ഉരുക്കുകോട്ടയിൽ ഒന്ന് തൊടാൻ പോലും ഇസ്രായേലിന് സാധിക്കില്ല എന്ന് വ്യക്തം. അവിടെയും ഇവിടെ നിന്ന് കിട്ടുന്ന ചില വീഡിയോകൾ പുറത്തിറക്കി ഇസ്രായേൽ എന്തോ മാരക സംഭവമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ പൊടുന്നനെ ഇതാ താഴെ വീഴുമെന്ന കാര്യത്തിലും സംശയമില്ല. തൽക്കാലം പിടിച്ചു നിൽക്കാൻ അവിടെന്നും ഇവിടെന്നുമുള്ള വീഡിയോകൾ തന്നെ ചിലർക്ക് ധാരാളമാണ്. ഇന്ത്യയെ പെരുത്തിഷ്ടാണ്, മോദിയെ അതിനേക്കാൾ ഇഷ്ടമാണ് നെതന്യാഹുവിന്. പക്ഷേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിലെ മലയാളികൾ താമസിക്കുന്ന ഇടത്തേക്ക്, അവിടെയുള്ള പ്രദേശത്തേക്ക് മിസൈൽ അയക്കാൻ ഒരു തരത്തിലുമുള്ള നാണക്കേടുമില്ല, ഒരു തരത്തിലുമുള്ള ജാഗ്രതയുമില്ല. ഇന്ത്യയിലെ ജനങ്ങളായാലും ശരി, ഇറാനിലാണോ താമസിക്കുന്നത് എങ്കിൽ അവർ നമ്മുടെ ശത്രുക്കൾ എന്ന് മുദ്ര കുത്താനുള്ള തിടുക്കമാണ് ഇവിടെ കാണുന്നത്. വേണമെങ്കിൽ ദേ കണ്ടോളൂ, തൃശൂർ പൂരമല്ല മക്കളെ, അത് മിസൈൽ വരുന്ന വരക്കമാണ്. ഒരു തരത്തിലും യാതൊരു വിധത്തിലും ഈ ഒരു യുദ്ധമായോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്കോ രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്കോ യാതൊരുവിധ ബന്ധമില്ലാത്ത സാധാരണക്കാരായ ജനങ്ങളോട് പെരുമാറുന്ന രീതി ഇങ്ങനെയാണ് എന്ന് ദൃശ്യങ്ങൾ തെളിയിക്കുന്നു. കുറച്ച് പ്രശ്നമാണല്ലോ. അമ്മോടെ അമ്മോ അവിടെ ഇപ്പൊ ഒന്ന് താഴെ അതോ ഒന്ന് വീണ്. വായ്ത്താളം മാത്രം അടിക്കാൻ കഴിയുന്ന നെതന്യാഹുവിനെ IDF പട പോലും പൂർണ്ണമായി ചതിച്ചിരിക്കുന്നു എന്ന് വ്യക്തം. ദിവസങ്ങൾക്ക് മുമ്പ് ആണവായുധം നിർമ്മിക്കുന്നതിലേക്ക് അടുക്കുന്നു എന്ന് ആരോപിച്ച് ഇറാന് നേരെ ഇസ്രായേൽ കനത്ത ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. ഉന്നത സൈനിക മേധാവികളും ശാസ്ത്രജ്ഞരും സാധാരണക്കാരും അടക്കം നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ആക്രമിക്കപ്പെട്ട കേന്ദ്രങ്ങൾ പലതും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആയിരുന്നു. എന്നാൽ പല കേന്ദ്രങ്ങൾക്ക് നേരെയും കനത്ത ബോംബിങ്ങും മിസൈൽ ആക്രമണവും ഉണ്ടായിട്ടും തലസ്ഥാനത്ത് നിന്നും 160 കിലോമീറ്റർ മാത്രം അകലെ ഒരു പർവ്വത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രത്തിനെ തൊടാൻ മാത്രം ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇസ്രായേലിന് അതിനുള്ള ധൈര്യവുമില്ല. ഫോർഡോ എൻറിച്ച്മെന്റ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ആണവ കേന്ദ്രം ഭൂമിക്കടിയിൽ ബോംബുകൾക്ക് എത്തിപ്പെടാൻ പോലും കഴിയാത്ത തരത്തിൽ ആഴത്തിലാണ് ഇറാൻ ഒളിപ്പിച്ചിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് നിലവിൽ അമേരിക്കയ്ക്ക് മാത്രമേ ഫോർഡോ ആക്രമിക്കാനുള്ള സൈനിക ശക്തിയും സാങ്കേതിക വിദ്യയും ഉള്ളൂ. അതേ അമേരിക്ക ഇന്ന് ഇസ്രായേലിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നുണ്ട് എന്ന വാക്കാൽ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ അവരും പിന്തുണയ്ക്കാൻ പോകുന്നില്ല. ഫോർഡോയെ ഇസ്രായേലിൽ തൊടാനാകാത്തതിന്റെ പ്രധാന കാരണം അതിന്റെ ആഴം തന്നെയാണ്. ഭൂമിക്കടിയിൽ 80 മുതൽ 300 അടി വരെ ആഴത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പർവ്വത മടക്കുകളിൽ റഷ്യൻ സാങ്കേതിക വിദ്യയാണ് ഫോർഡോ ആണവ കേന്ദ്രത്തിന് കാവൽ നിൽക്കുന്നത്. ഇറാൻ പൊട്ട രാജ്യമാണെന്നും ഖമനേയുടെ ചാക്കാല അടുത്തുനിന്നുമൊക്കെ തന്നെ മുദ്ര കുത്തുന്നവർ ഇതൊന്ന് കേൾക്കുക. ഇറാൻ അങ്ങനെ ചെറിയ രാജ്യമൊന്നുമല്ല. ഇറാൻ അങ്ങനെ മാപ്പറുകൾ പറയുന്നത് പോലെ പേടിച്ച് പിന്മാറിയിട്ടുമില്ല. തിരിച്ചടിക്കും, ശക്തമായി തന്നെ തിരിച്ചടിക്കും. ഖമനേയി ഓർമ്മിപ്പിച്ചതുപോലെ ഇതിനെ ഇസ്രായേൽ അനുഭവിക്കുക തന്നെ ചെയ്യും.